സമയം രാത്രി 11:30 കഴിഞ്ഞിരുന്നു. ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ടായിരുന്നു. ഒരു നേർത്ത തണുത്ത കാറ്റ് അടിച്ചപ്പോൾ ആണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലായത്. നേരത്തെ തന്റെ കളഞ്ഞുപോയ കമ്മൽ ദേ കിടക്കുന്നു. അവൾ ഒന്ന് ചുറ്റും നോക്കി. മിലൻ നമ്മൾ വീണ്ടും വീണ്ടും ഈ സ്ഥലത്ത് തന്നെ അല്ലേ വന്നുകൊണ്ട് ഇരിക്കുന്നേ? നേരിയ ഭയത്തോടെ അവൾ അത് ചോദിച്ചു. അപ്പോഴാണ് അവനും അത് ശ്രദ്ധിച്ചത്. അതേയ്, നമ്മൾ വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ആണ് വന്നുകൊണ്ട് ഇരിക്കുന്നത്. മിലൻ ചുറ്റും നോക്കി. കാറ്റത്തു മരങ്ങൾ എല്ലാം ആടുന്നുണ്ട്. ഒരു നീണ്ട ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. ഇത്രയും കാറ്റടിച്ചിട്ടും ആ മരം മാത്രം എന്താണ് ആടാതെ നിൽക്കുന്നത്? പെട്ടെന്നാണ് അവൻ ഓർത്തത്. പേച്ചി. പെട്ടെന്ന് ആഞ്ഞു അടിച്ച കാറ്റിൽ തണുപ്പ് സൂചി പോലെ ശരീരത്തിൽ തുളച്ചുകയറുന്നത് മനസ്സിലായി. ആ നിശബ്ദതയിൽ അവന്റെ ഹൃദയമിടിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു. കുറച്ചുനേരം അവർ ആ നിശബ്ദതയിൽ ചുറ്റും നോക്കി നിന്നു. നിലാവിന്റെ നേരിയ വെളിച്ചത്തിൽ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നിഴൽ അവളുടെ കണ്ണിൽ പെട്ടു. കുനിഞ്ഞ് ഒരു കമ്പിന്റെ സഹായത്തോടെ നടന്നുവരുന്ന ഒരു നിഴൽ. അവൾ അത് തന്നെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് അത് കാണാതെ ആയത്. എവിടെ പോയെന്ന് സംശയത്തോടെ നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്റെ കൂടെ വന്ന മിലനെ കാണാനില്ല. പേടിയോടെ അവൾ അവന്റെ പേരും വിളിച്ചു കാട്ടിലേക്ക് നടന്നു. പെട്ടെന്ന് തന്റെ പിറകിൽ ആരോ ഉണ്ടെന്ന് തോന്നി. അവൾ ഒന്നു നിന്നു. ശ്വാസം പതിവിലും കൂടുതലായി അവൾ ശ്വസിക്കാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് കൂടി വന്നു. ശരീരത്തിൽ തണുപ്പ് വന്നു മൂടി. ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അവൾ സാവധാനം തിരിഞ്ഞു നോക്കി. പേടിച്ചതുപോലെ ആരും ഇല്ല. ഒരു നീണ്ട ശ്വാസം എടുത്തുവിട്ട് അവൾ തിരിഞ്ഞു. അതേ, പേടിച്ചത് സംഭവിച്ചു. ചുവന്നു തുടുത്ത ആ കണ്ണുകളിൽ നിന്ന് ചോര പതിയെ വിണ്ടുകീറിയ മുഖത്തിലൂടെ ഒലിച്ചു ഇറങ്ങുന്നു. ചുണ്ടുകൾ കീറി തൂങ്ങി ആടുവായിരുന്നു. കുനിഞ്ഞു ഒരു വടിയുടെ സഹായത്തോടെ നിൽക്കുന്ന ആ സ്ത്രീയെ അവൾ കണ്ടു. അവളുടെ ബോധം പോകുമ്പോൾ അന്തരീക്ഷത്തിൽ തന്റെ മില്ലന്റെ ചേതനേറ്റ ശരീരം രണ്ടായി പൊങ്ങുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചുമ്മാ കിടക്കുന്ന ആ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.